ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എസ്ഐടിയുടെ രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് കോടതി ഉത്തരവ് പറയുന്നത്. നിർണായകമായ ഡയറക്ഷൻസ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഉത്തരവിന്റെ ഭാഗമായി അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും കോടതി അറിഞ്ഞിരിക്കണം, കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കോടതിയോട് മാത്രമേ ഉത്തരവാദിത്തം ഉണ്ടാകാവൂ തുടങ്ങിയ നിർദ്ദേശങ്ങളോടുകൂടിയാണ് SIT അന്വേഷണത്തിനുള്ള ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഓരോ 2 ആഴ്ചയും കൂടുമ്പോൾ ഇടക്കാല അന്വേഷണ റിപ്പോർട്ട് കോടതിയെ അറിയിക്കണം, കോടതിയെ മാത്രമേ അറിയിക്കാവൂ എന്നതുകൂടി പറഞ്ഞുകൊണ്ടാണ് SIT ഫോം ചെയ്തുകൊണ്ട് ഹൈക്കോടതി നിർണായകമായ ഒരു തീരുമാനം അന്ന് കൈക്കൊണ്ടത്. അതിനുശേഷം ഇത് രണ്ടാമത്തെ അന്വേഷണ റിപ്പോർട്ടാണ് കോടതിയുടെ മുൻപാകെ വന്നിരിക്കുന്നത്. അടച്ചിട്ട കോടതി മുറിയിൽ ഏറ്റവും രഹസ്യാത്മകമായിട്ടാണ് ഈ അന്വേഷണത്തെ ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. ഇപ്പോൾ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പക്ഷേ ഇടക്കാല ഉത്തരവ് അപ്ലോഡ് ചെയ്തതിനു ശേഷം മാത്രമേ മാധ്യമപ്രവർത്തകർക്കടക്കം മാധ്യമ സ്ഥാപനങ്ങൾക്കടക്കം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. അനന്തകൃഷ്ണൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അനന്തൻ, അവസാന ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുകയാണ് ഇന്നത്തെ കോടതി ഉത്തരവോടുകൂടി. തീർച്ചയായിട്ടും. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയപരിധി തുടരുകയാണെങ്കിൽ ആ സമയപരിധിക്കുള്ളിൽ അന്വേഷണ സംഘം നൽകുന്ന ഏറ്റവും അവസാനത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് ഇന്നത്തേത്. കാരണം ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്. അങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ ഉള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് 2 തവണ കൊടുത്തിട്ടുണ്ട്. ഇനി 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഫൈനൽ റിപ്പോർട്ടാണ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് കൊടുക്കുന്നത് നിർണായകമാണ്. ഒരുപക്ഷെ അന്വേഷണത്തിന്റെ സമയപരിധി നീട്ടാനുള്ളൊരാവശ്യം കൂടി അന്വേഷണ സംഘം അതിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹൈക്കോടതി അന്വേഷണം നീട്ടി നൽകുന്ന കാര്യം ഒരുപക്ഷെ സൂചിപ്പിച്ചേക്കാം. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. അത് ദേവസ്വം ബോർഡിന്റെ പങ്കാളിത്തമാണ്. ദേവസ്വം ബോർഡും അതിന് മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും അന്വേഷണം നീളേണ്ടതുണ്ടോ എന്ന് ഹൈക്കോടതി ഇപ്പോൾ തീരുമാനിക്കും. ഇതുവരെ ലഭിച്ച മൊഴികളും തെളിവുകളും ദേവസ്വം ബോർഡിന്റെ രേഖകളും വെച്ചുള്ള പരിശോധനയിൽ ദേവസ്വം ബോർഡിലേക്ക് നീളും എന്നുള്ള ഉറപ്പായ സൂചനകൾ ലഭിച്ചിരുന്നു. മാത്രമല്ല, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസുവിന്റെ അറസ്റ്റ് അടക്കമുള്ള തീരുമാനത്തിലേക്ക് SIT എത്തി എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിച്ചിരുന്നു. അത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ അത് എവിടെയോ തടസ്സപ്പെടുന്നുണ്ട് എന്നുള്ള സൂചനകളുമുണ്ട്. അങ്ങനെ വരുമ്പോൾ അതൊക്കെ സംബന്ധിച്ചുള്ള ഒരു ഡയറക്ഷൻ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഇടക്കാല ഉത്തരവിൽ ഉറപ്പായും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെ പങ്കാളിത്തം സംബന്ധിച്ച് രേഖാമൂലം ചില തെളിവുകൾ SITക്ക് ലഭിച്ചു എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നതാണ്. പ്രത്യേകിച്ച് അത് മിനിറ്റ്സുമായി ബന്ധപ്പെട്ടാണ്. മിനിറ്റ്സിൽ പല കാര്യങ്ങളും ഈ എങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഈ സ്വർണ്ണപ്പാളികൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്, അതിന്റെ കൃത്യമായ വിവരണങ്ങൾ ആ മിനിറ്റ്സിൽ ഉണ്ടാകണം. കാരണം ബോർഡാണ് അതെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മിനിറ്റ്സിൽ എന്തെങ്കിലും ഒളിപ്പിക്കാനുണ്ടെങ്കിൽ മിനിറ്റ്സിൽ കൃത്രിമത്വം ഉറപ്പായിട്ടും ഉണ്ടാകും. ആ രേഖയ്ക്ക് അനുസൃതമായ കാര്യങ്ങൾ മിനിറ്റ്സിൽ ഉണ്ടാകില്ല. അങ്ങനെയെങ്കിൽ ദേവസ്വം ബോർഡുകൾ പ്രതിസ്ഥാനത്താണ്, അതിനുത്തരം പറയേണ്ടി വരും. അതല്ലെങ്കിൽ അവർക്ക് പിന്നെയും പിടിച്ചു നിൽക്കാനുള്ള ന്യായങ്ങൾ ഉണ്ടാകും. ഏതായാലും നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ, അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ വ്യക്തമായതുപോലെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും ഗോവർദ്ധനും അടങ്ങുന്ന ഒരു ട്രയാങ്കിൾ ആണ് ഈ കൊള്ളയ്ക്ക് പിന്നിൽ എന്ന നിലയിലേക്ക് ചുരുങ്ങും എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെയല്ല. അതിനു മുകളിലേക്ക് അന്വേഷണം പോകും എന്നുള്ള സൂചനകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി പുറത്തു വരുന്നത്. അങ്ങനെയുള്ള സൂചന തന്നെ നൽകുന്ന ഒരു അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതെന്നാണ് സൂചന. ഏതായാലും ഇന്ന് സമർപ്പിച്ചിരിക്കുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ടിനൊപ്പം സുപ്രധാനമായ ചില രേഖകളുടെ വിശദാംശങ്ങൾ, അത് മിനിറ്റ്സ് ഉണ്ട്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഇറക്കിയ ഉത്തരവുകളുണ്ട്, സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് നടത്തിയ കത്തിടപാടുകളുണ്ട്. അപ്പോൾ അത്തരം രേഖകൾ കൂടി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അതിനൊപ്പം നേരത്തെ ബിനിൽ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ ഈ സംശയനിഴലിൽ വരാത്ത, അതല്ലെങ്കിൽ ഒരുപക്ഷെ ദേവസ്വം ബോർഡിന് അപ്പുറം ശബരിമലയുമായി ബന്ധപ്പെട്ട ചില പ്രധാന കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം വഴിതിരിയുമോ എന്നുള്ള കാര്യങ്ങളും ഇന്നത്തെ ഹൈക്കോടതിയുടെ തീരുമാനത്തിൽ നിന്നാണ് അറിയേണ്ടത്.